മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അവിടെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്, മന്ത്രി രാജീവ് വിളിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ മന്ത്രി രാജീവ് വിളിച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നടത്തേണ്ട തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ലംഘിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയും. അങ്ങനെ ജോലിയെടുക്കുന്ന എത്ര ആളുകളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? ഇവരൊന്നും സർക്കാർ ജീവനക്കാരല്ലല്ലോ, സർക്കാരിന്റെ ഒരു ആനുകൂല്യവും പറ്റുന്ന ആളുകളല്ല. 1 2 3 മണിക്കൂർ അവിടെ പോയി ഒരു കുടുംബിനിയായ ഒരു വീട്ടമ്മ അവിടെ ആ പ്രദേശത്തെ ഗ്രാമത്തിലുള്ള 100 ഡൈ ചെയ്യുന്ന ഒരു യൂണിറ്റിൽ പ്രവർത്തിക്കുന്നതിന്, പിന്നെ അവർക്ക് അവിടെ നിന്ന് ചെയ്യുന്ന തൊഴിലിന് കൂലി കൊടുക്കുന്നത് ആ യൂണിറ്റിൽ നിന്നായിപ്പോയി അത്ര വലിയ കുഴപ്പമാണോ? അങ്ങനെ എത്ര മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് സർക്കാരിന്റെ ഹെഡിൽ നിന്ന് തന്നെയല്ലേ പണം കൊടുക്കുന്നത്. അപ്പൊ അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിലില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഭരണാധികാരിക്ക് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കാൻ കഴിയുന്നത്? അപ്പൊ അവർക്കെതിരായി ഞങ്ങൾ കളക്ടർക്കും അതുപോലെ മുഖ്യ ഭരണാധികാരിക്കും ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ UDFന്റെ നിയോജക മണ്ഡല കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇത്രയധികം കൃത്യവിലോപം നടത്തിയ ഈ ഭരണാധികാരി, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ ഭരണാധികാരി മായ ജോസ്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് മായ ജോസ്. അവരെ ഈ പദവിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് കൂടി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്തരം രാഷ്ട്രീയ അന്ധമായ രാഷ്ട്രീയം മനസ്സിൽ പിടിച്ച ആളുകൾ തെരഞ്ഞെടുപ്പ് ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരുമായി ഡ്യൂട്ടിക്ക് വരുമ്പോൾ പല സ്ഥലങ്ങളിലും സമാനമായി മുൻപൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ദുരാനുഭവങ്ങൾ സ്ഥാനാർത്ഥിമാരായി മത്സരിക്കാൻ കടന്നു വരുന്ന, നിയമപരമായി കടന്നു വരുന്നവർ കൂടി അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ചേർന്നതല്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു.